കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിന് പിന്നാലെ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തെ അവഹേളിച്ചു നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രമുഖരുടെ വാക്കുകളിലേക്ക്. ബി.ജെ.പിയുടേത് ഒരു തരത്തിലും കേരളത്തെ മുൻപോട്ടു പോകാൻ അനുവദിക്കുന്നില്ലെന്ന നിലപാടാണെന്നും ഇത് കേരള വിരുദ്ധതയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഒരു തരത്തിലും കേരളത്തെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ കേരളം ഒരു ദരിദ്ര കേരളമായി മാറണം എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. ഇങ്ങനെ ജനങ്ങളെ അവഹേളിക്കുന്ന ഒരു നിലപാട് കേന്ദ്രമന്ത്രി സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സുരേഷ് ഗോപി നടത്തിയത് ഭരണഘടനാ ലംഘനമെന്ന് K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഉന്നത കുലജാതനാണോ എന്ന് തീരുമാനിക്കാൻ സുരേഷ് ഗോപി ആരെന്നും K. രാധാകൃഷ്ണൻ ചോദിച്ചു. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പൗരയായിട്ടുള്ള ദ്രൗപദി മുർമു ആ സ്ഥാനത്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ആ മഹതിയെ പോലും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ജോർജ് കുര്യന്റെ പ്രസ്താവന BJPയുടെ ശബ്ദമാണെന്നും BJP കേരള വിരുദ്ധ പാർട്ടിയായി മാറിയെന്നും EP ജയരാജൻ പ്രതികരിച്ചു. കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന, കേരള വിരുദ്ധ മനോഭാവം ഇത് കേരളത്തിലെ ജനങ്ങൾ ആകെ മനസ്സിലാക്കും. ജോർജ് കുര്യന്റെ പ്രസ്താവന ചൂരൽമല ദുരന്തത്തെ പോലും അധിക്ഷേപിക്കുന്നതാണെന്ന് മന്ത്രി P. രാജീവും പറഞ്ഞു. പ്രസ്താവന നടത്തുന്നത് അങ്ങേയറ്റം അനുചിതമാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളെ അധിക്ഷേപിക്കലാണ്. അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാകണം. കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടി നീട്ടി നിൽക്കാൻ സൗകര്യമില്ലെന്ന് വിവാദ പ്രസ്താവന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പിൻവലിക്കണമെന്നും PA മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. ഇത് കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ്. പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിന്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല. ജോർജ് കുര്യന്റേത് നിർഭാഗ്യകരമായ പ്രസ്താവനയെന്നും ഇത് തെറ്റായ സമീപനമാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കേരളം സമ്പൂർണ്ണമായി പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു. ഇനി കേരളത്തിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യവും അല്ലെങ്കിൽ ഒരു പദ്ധതിയും അർഹതയില്ല എന്ന് പറയുന്നത് തികഞ്ഞ തെറ്റായ നടപടിയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മന്ത്രി ആ പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണം. അതേസമയം കേരളത്തെ അപമാനിച്ച കേന്ദ്രമന്ത്രിമാരെ പിന്തുണച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.